ഓക്കെ. അപ്പൊ നമുക്കിനി ചാപ്റ്റർ 3യുടെ ചാർട്ട് പ്രിപ്പറേഷന്റെ ബേസിസിലുള്ള ചാപ്റ്റർ 2 ഒബ്വിയസ്ലി നമുക്ക് കുറെ ലെങ്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ലൈക്ക് ഒരു സെക്ഷൻ സെക്ഷൻ പോലെ ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ ചാപ്റ്റർ 3ല് ലൈക്ക് ഫസ്റ്റത്തെ മെയിൻ എലമെന്റ് ആയ ഓഡിറ്റ് റിസ്ക്കും അതുപോലെ തന്നെ SA 315 ആയിരിക്കും ഈ ഒരു സെഷനിൽ മെയിൻലി നോക്കേണ്ടതായിരിക്കും. ഓക്കെ. പിന്നെ അതിന് ശേഷം SA 320യുടെ ബ്രേക്കപ്പ് അങ്ങനെ നോക്കാം. കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എല്ലാം കൂടി ഒറ്റ ചാർട്ട് പ്രിപ്പയർ ചെയ്യല് ഭയങ്കര ഒരു ലൈക്ക് കൺജസ്റ്റഡ് ആവും. ഓക്കെ. ഇപ്പൊ നമ്മൾ ചാപ്റ്റർ 3ല് ഫസ്റ്റത്തെ മെയിൻ റെലവന്റ് ലൈക്ക് ഏരിയ വരുന്നത് ഓഡിറ്റ് റിസ്ക് എന്താ? ആ നമ്മുടെ ഓഡിറ്റ് റിസ്ക് എന്നാ ഈ ഓഡിറ്റ് റിസ്കിൽ തന്നെ ഫർദർ ഒരുപാട് ക്ലാസിഫിക്കേഷൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ തന്നെ അത്യാവശ്യമുണ്ട്. ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാല് അതൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധ്യതയാണ്. ഇപ്പൊ ബിസിനസ് തുടങ്ങിയാൽ റിസ്ക് ഉണ്ട് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങിയാൽ എപ്പോഴും ലോസ് വരുന്നല്ലോ. ലോസും വരാം, എ, നല്ല പ്രോഫിറ്റും വരാം. അപ്പൊ ഡീവിയേഷന് സാധ്യത. ഇപ്പൊ റിസ്ക് ഹയർ ആന്ന് പറഞ്ഞാല് നല്ല എന്താണ് പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട്. നല്ല ലോസ് വരാൻ സാധ്യത. ആ ഡീവിയേഷൻ ഹയർ ആവുമ്പോഴാണ് റിസ്ക് ഹയർ ആന്ന് പറയാ. ഡീവിയേഷൻ ലോവർ ആവുമ്പോ റിസ്ക് ലോവർ ആന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോടാ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയാണ്. എന്ത് സാധ്യത? ഓഡിറ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവുമ്പോൾ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള സാധ്യത. ഫിനാൻഷ്യൽ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണെങ്കിൽ ഒരു 10 മെറ്റീരിയലി മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു 9 എണ്ണം കണ്ടുള്ളൂ ഓഡിറ്റർ. അപ്പൊ 9 എണ്ണം ഓഡിറ്റർ റെക്ടിഫൈ ചെയ്യിപ്പിച്ചു. ഓഡിറ്റർ വിചാരിച്ചു ഇനി ഒരു മിസ്റ്റേറ്റ്മെന്റും ബാക്കിയില്ലാന്ന്. ബട്ട് ഒരെണ്ണം ബാക്കിയില്ലേ? അപ്പൊ ഒരെണ്ണം മിസ്റ്റേറ്റ്മെന്റ് ബാക്കി ഉണ്ടായിരിക്കെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുക. ഒരു മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആവുമ്പോൾ അവിടെ അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ എന്താണ് മോഡിഫൈഡ് ആണ്. അപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുക പറഞ്ഞാല് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. അപ്പൊ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേക്ക് ആയിരിക്കെ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഒരു സാധ്യതയെ പറഞ്ഞ പേരാണ് എന്ത് ഓഡിറ്റ് റിസ്ക് എന്ന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓഡിറ്റ് റിസ്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിരിക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കണതാണ് ഓഡിറ്റ് റിസ്ക് പറഞ്ഞാല്. അപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തൊരു സമയത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കാൻ പറഞ്ഞാൽ ഓഡിറ്റ് റിസ്കിൽ കവർ ചെയ്യോ? ഇല്ല, കവർ ചെയ്യത്തില്ല. കാരണം നമ്മളുണ്ടല്ലോ ഒരു സാധനം മോശമായിരിക്കെ അത് നല്ലതാ പറയുമ്പോഴല്ലേ അത് വേടിക്കണ ആൾക്കാർക്ക് പ്രശ്നം. ഒരു സാധനം നല്ലതായിരിക്കെ മോശാന്ന് പറഞ്ഞാൽ അത് വേടിക്കണ ആൾക്കാർക്ക് വലിയ വിഷയം ഉണ്ടായിരിക്കില്ല. കാരണം അത് വേടിച്ച ആൾക്കാർക്ക് നല്ല സാധനമാണല്ലോ ഓൾറെഡി. അപ്പൊ ഇവിടെ നിയമം അല്ലെങ്കിൽ ലൈക്ക് ഇപ്പൊ ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും കെയർ ചെയ്യണത് ആരെ പറ്റിയിട്ടാണ്? യൂസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഓഡിറ്റ് റിസ്ക് എന്നുള്ള ഡെഫിനിഷൻ ഡ്രാഫ്റ്റ് ചെയ്തതായാലും യൂസേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലി മിസ്റ്റേറ്റ്മെന്റ് ഇല്ല. ബട്ട് അവിടെ ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആണ്. ഏഹ് അത് ഓഡിറ്റ് റിസ്കിൽ കവർ ചെയ്യത്തില്ല. ഏതാണെന്നാ പറഞ്ഞത്? ഫിനാൻഷ്യൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇല്ല. ഫിനാൻഷ്യൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. ബട്ട് മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആണ്. ബട്ട് അത് ഓഡിറ്റ് റിസ്കിൽ കവർ ചെയ്യത്തില്ല. ലൈക്ക് എക്സ്ക്ലൂഷനിലാണ്. അപ്പൊ അത് യൂസേഴ്സിനെ ബാധിക്കത്തില്ല. ബട്ട് ആരെ ബാധിക്കും? മാനേജ്മെന്റിനെ ബാധിക്കും. ഓക്കെ, മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ചിലപ്പോൾ ഓഡിറ്ററെ മാറ്റും. ഓക്കെ, ഓഡിറ്ററുടെ പണി പോവും. അതല്ല ഓഡിറ്റ് റിസ്ക്. അതൊക്കെ എക്സ്ക്ലൂഷൻ. മാനേജ്മെന്റിന്റെ പണി പോവാ, അല്ല സോറി ഓഡിറ്ററുടെ പണി പോവാ, ഓഡിറ്റർക്ക് വർക്ക് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇനി ഓഡിറ്ററിന്റെ എതിരെ വല്ല കേസ് വരാനുള്ള സാധ്യത, അതൊക്കെ ഓഡിറ്റ് റിസ്ക് എക്സ്ക്ലൂഷനിൽ വരുന്നതാണ് അല്ലേ? അപ്പൊ ഓഡിറ്റർക്ക് എക്സ്ക്ലൂഷനിൽ എന്തൊക്കെ വരുന്നതാണ് ഇൻഡയറക്ട്ലി നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഓഡിറ്റ് റിസ്ക് പറഞ്ഞാല് ഫിനാൻഷ്യൽ മെറ്റീരിയലി മിസ്റ്റേക്ക് ആയിരിക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഒരു സാധ്യത. അത് മാത്രം ഓഡിറ്റ് റിസ്കിൽ കവർ ചെയ്യത്തുള്ളൂ. ഈ ഓഡിറ്റ് റിസ്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റും ഡിറ്റക്ഷൻ റിസ്കും. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ലൈക്ക് ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു മിസ്റ്റേറ്റ്മെന്റിനുള്ള സാധ്യത. അതാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷൻ. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഈസ് ലൈക്ക് മിസ്റ്റേറ്റ്മെന്റ് ചാൻസ് പ്രയർ ടു ഓഡിറ്റ്. നമുക്ക് ഇവിടെ എവിടെ ഉണ്ടല്ലോ. Risk of material misstatement is the risk that financial statements are materially misstated prior to the audit. ലൈക്ക് ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത. ലൈക്ക് അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ആ പേരിൽ തന്നെ നോക്കടാ, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആവാനുള്ള സാധ്യത. അതാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. നമ്മൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ മീനിങ് മനസ്സിലാക്കണതിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. റിസ്ക് പറഞ്ഞാൽ സാധ്യത. ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. എന്താണ്? ഒന്ന് ഇൻഹെറന്റ് റിസ്കും ഒന്ന് കൺട്രോൾ റിസ്കും. ഈ ഡിറ്റക്ഷൻ റിസ്കിൽ വരുന്ന ലൈക്ക് ഒരു ഡിവിഷൻ, അത് ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് സാമ്പിളിംഗ് റിസ്കും നോൺ സാമ്പിളിംഗ് റിസ്കും. സാമ്പിളിംഗ് റിസ്കും നോൺ സാമ്പിളിംഗ് റിസ്കും നമ്മൾ ഇവിടെ പറയണില്ല. SA 530 നമുക്ക് പറയാം. അവിടെയാണ് ഒന്നുകൂടി റെലവന്റ് ആവുക ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കും എന്താന്ന് പറയാം. പിന്നെ ഡിറ്റക്ഷൻ റിസ്കും എന്താന്ന് പറയാം. ഓക്കെ. എടാ, ഇൻഹെറന്റ് റിസ്ക് ആ പേരിൽ തന്നെ ഉണ്ട്. പാരമ്പര്യമായിട്ടുള്ള ഒരു റിസ്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ? എന്നത് എന്തായാലും ഇങ്ങനെയായിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് റിസ്ക്. ഇപ്പോ നോക്കെടാ, ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ
അവിടുത്തെ മാനേജ്മെന്റ് ബിസിനസ്സിലേക്ക് തുടങ്ങണ സമയത്ത് ചില ഏരിയാസില് ഇന്റേണൽ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇല്ലല്ലോ. അപ്പൊ ഇന്റർ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ബിഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ലൈക്ക് ഇന്റർണൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു കൺട്രോളും ഇന്റർ കൺട്രോൾ ആക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കി നോക്കാം. അപ്പൊ ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷന്റെയോ ഒരു അക്കൗണ്ട് ബാലൻസിന്റെയോ ഒരു ഡിസ്ക്ലോഷറിന്റെയോ ഏതെങ്കിലും ഒരു അസേർഷൻ മെറ്റീരിയലി മിസ്റ്റേക്കഡ് ആവാനുള്ള ഒരു സാധ്യത, ഒരു സസെപ്റ്റബിലിറ്റി, അത് ഇൻഡിവിജ്വൽ ആവാം ഒരു അഗ്രിഗേറ്റിലാവാം. ആ സാധ്യതയെ പറഞ്ഞ പേരാണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാന് ഒരു ബിസിനസ് തുടങ്ങി. ഞാൻ മാനേജ്മെന്റാണ്. ഒരു ബിസിനസ് ഞാൻ തുടങ്ങി. ഒരു ബിസിനസ് ഞാൻ തുടങ്ങി. അവിടെ ഞാനൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്തു. അയാളുടെ അടുത്ത് ഞാന് പർച്ചേസ് ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും ഞാൻ അയാളെ ഓതറൈസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ പർച്ചേസ് ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും അയാളെ ഞാൻ ഓതറൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അയാള് വേണമെങ്കിൽ എന്ത് ഫ്രോഡ് നടത്തിക്കൂടെ? 2 അതോറിറ്റി അയാൾക്ക് ആയതുകൊണ്ട്. ഏഹ്. അപ്പൊ അവിടെ ഒരു ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ അവിടെ ഈ ഒരു ഫ്രോഡ് നടക്കാനുള്ള ഒരു സാധ്യത. ബിഫോർ കൺസിഡറേഷൻ ഓഫ് എ കൺട്രോൾ അല്ലേ. ഇപ്പൊ ഇയാൾക്ക് ഉണ്ടല്ലോടാ പർച്ചേസ് ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും ഒബ്വിയസ്ലി ആ അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാനേജർ, ഞാൻ അപ്പോയിന്റ് മാനേജർക്ക് അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈവൻ ഇഫ് ഇനിയിപ്പോ ഞാനവിടെ ഒരു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്നൊരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്ക്. ലൈക് ഞാനൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്തു. അയാൾക്ക് പർച്ചേസ് ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും എന്തുണ്ട് ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അയാള് വേണമെങ്കിൽ ഫ്രോഡ് നടത്തിക്കൂടെ? അപ്പൊ ഈ ഇവിടെ നോക്കൂ, ഒരു ഇന്റർ കൺട്രോൾ ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇയാള് ഫ്രോഡ് നടത്താൻ സാധ്യത. അപ്പൊ അതാണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് ഒരു കൺട്രോളിന് മുന്നേ ലൈക് ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ കാരണമാകുന്ന ലൈക്ക് എന്തൊരു സംഭവത്തിനെയും എന്ത് പറയും, ഇൻഹെറന്റ് റിസ്ക് പറയും. ഇപ്പൊ പർച്ചേസ് പേയ്മെന്റും ഇങ്ങനെ ഓതറൈസേഷൻ ലൈക്ക് 2 അതോറിറ്റി ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വേണമെങ്കിൽ ഫേക്ക് പർച്ചേസും ഫേക്ക് പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഫിനാൻഷ്യൽ കാട്ടി കഴിഞ്ഞാൽ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ. വലിയ എമൗണ്ട് ആണെങ്കിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ. വേണ്ട, അപ്പൊ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആവാനുള്ള സാധ്യത, ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉള്ള സാധ്യതയാണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. ഇനി ഈ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന കൺട്രോൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം ഒരു മാനേജർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വേറൊരു മാനേജറെ വെച്ചു. എന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി ഇയാൾക്കന്നെ പഴയ പോലെ. പക്ഷെ പേയ്മെന്റ് ചെയ്യാനുള്ള അതോറിറ്റി ഇയാൾക്കാണ്. എന്ന് വെച്ചാൽ ഇയാൾ പർച്ചേസ് ചെയ്ത ബില്ല് ഇയാൾക്ക് കൊടുക്കും. ഇയാളാണ് പേയ്മെന്റ് ചെയ്യുക. അപ്പൊ നോക്കി, ഇവിടെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി വന്നു. അപ്പൊ ഇയാൾ എന്ത് ഫ്രോഡ് കണ്ടുപിടിച്ചാൽ ഇയാൾ അറിയും. ഇയാൾ എന്തെങ്കിലും ഫ്രോഡ് കണ്ടുപിടിച്ചാൽ ഇയാൾ അറിയും. കണ്ടോ? അപ്പൊ ഇവിടെ ഞാനൊരു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ ഇത്. ലൈക് സെഗ്രിഗേഷൻ ലൈക് സെപ്പറേറ്റ് ചെയ്യുക ഡ്യൂട്ടിനെ. ബട്ട് ഈ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന ഈ കൺട്രോളും ചില സമയത്ത് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലാതെ ആയിക്കൂടെ. ഇപ്പണ്ടല്ലോടാ, ഇവര് 2 പേരുണ്ടല്ലോ സെപ്പറേറ്റ്ലി ഇങ്ങനെ വർക്ക് ചെയ്യണു. ഇവര് ഫ്രോഡ് നടത്തുന്നില്ല. അപ്പൊ എന്ത് പറയാം നമുക്ക്, ആ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി എന്ന് പറയാം. ബട്ട് വാട്ട് ഇഫ് ഈ ഇവര് 2 പേരും എന്താണ് ഫേക്ക് പർച്ചേസ് ഫേക്ക് ഇൻവോയ്സ് റേസ് ചെയ്യണത് കൊല്യൂഡ് ചെയ്തിട്ട് ലൈക് ഇവർ 2 പേരുണ്ടല്ലോടാ പിന്നീട് കൊല്യൂഡ് ചെയ്യാണ്. എന്നിട്ട് ഒത്തുകൂടിയിട്ട് ഇയാൾ ഫേക്ക് ബില്ല് റേസ് ചെയ്യും, ഇയാൾ ഫേക്ക് പേയ്മെന്റ് ചെയ്യും. എന്നിട്ട് ഇവർ 2 പേരും കൂടി ഷെയർ ചെയ്യും. ഞാനാണ് മാനേജ്മെന്റായി, ഞാൻ ഓണറായി, എന്നെ പറ്റിക്കാണ് ഇവർ 2 പേരും. അപ്പൊ നോക്ക്, എന്റെ കൺട്രോൾ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്നതിന്റെ കൺട്രോൾ അവിടെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവാതിരിക്കല്ലേ. ബട്ട് ലൈക്ക് ഇങ്ങനെ 2 പേര് എന്താണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി വഴി സെപ്പറേറ്റ് ആക്കി എന്ന് കരുതിയിട്ട് എന്തായാലും ഈ എന്ത് കൊല്യൂഷൻ അല്ലെങ്കിൽ കൊല്യൂഷനോ ലൈക് ഫ്രോഡിന് കാരണമാകുന്ന കൊല്യൂഷൻ എന്തായാലും ഉണ്ടാവണം നിർബന്ധമില്ല. ബട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൺട്രോള് ലൈക്ക് ഇതിപ്പോ ഒരു പ്രിവെന്റീവ് കൺട്രോൾ ആവാം, ഡിറ്റക്റ്റീവ് കൺട്രോൾ ആവാം, കറക്റ്റീവ് കൺട്രോൾ ആവാം. ഇപ്പൊ നമ്മുടെ കേസിൽ ഒരു പ്രിവെന്റീവ് കൺട്രോൾ ആണ്. ലൈക് ഫ്രോഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആ കൺട്രോൾ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഒരു കൺട്രോൾ പ്രിവെന്റീവ് കൺട്രോളോ ഡിറ്റക്റ്റീവ് കൺട്രോളോ കറക്റ്റീവ് കൺട്രോളോ ഒരു മിസ്സ്റ്റേറ്റ്മെന്റിനെ, ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, ലൈക് ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ഒരു കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവാതിരിക്കാനുള്ള ആ ഒരു സാധ്യത. ആ സാധ്യതയെ പറഞ്ഞ പേരാണ് എന്ത് കൺട്രോൾ റിസ്ക്. ഒരു കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവാതിരിക്കാനുള്ള സാധ്യതയെ പറയുന്ന പേരാണ് എന്ത് കൺട്രോൾ റിസ്ക്. ഓക്കെ. അപ്പോ നിങ്ങളൊന്ന് അപ്പൊ നമ്മുടെ ലിമിറ്റഡ് ടേം യൂസ് ചെയ്യുന്നുണ്ട്. വെൻ എഫിഷ്യൻസി ഓഫ് ഇന്റർണൽ കൺട്രോൾ ഈസ് ഹൈ, അല്ലെങ്കിൽ വെൻ എഫിഷ്യൻസി ഓഫ് കൺട്രോൾ ഈസ് ഹൈ, കൺട്രോൾ റിസ്ക് ഈസ് ലോവർ. അല്ലെങ്കിൽ വെൻ കൺട്രോൾ ഈസ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി, കൺട്രോൾ റിസ്ക് ഈസ് ലോവർ. വെൻ കൺട്രോൾ ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി, കൺട്രോൾ റിസ്ക് ഈസ് ഹൈ. ലോജിക്കൽ അല്ലേ? ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി പറഞ്ഞാല് കൺട്രോള് എന്താണ് ഫെയിൽ ആവാനുള്ള ചാൻസ് കുറവാന്നല്ലേ. നത്തിങ് ബട്ട് കൺട്രോൾ റിസ്ക് കുറവാന്നല്ലേ. അതാണ് എന്ത് കൺട്രോൾ റിസ്ക്. അപ്പൊ ഇത് രണ്ടും മാനേജ്മെന്റിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കൂടിയും കുറയും ചെയ്യണതാ. കാരണം മാനേജ്മെന്റ് ആണല്ലോ ഈ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യണത്. അപ്പൊ ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റിസ്ക് ആണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്താലും ആ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവാതിരിക്കാനുള്ള സാധ്യതയെ പറഞ്ഞ പേരാണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ആണ് എന്ത് ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേക്കിന് കാരണമാവുന്ന ഒരു റിസ്ക് ആണ് എന്ത് ഇൻഹെറന്റ് റിസ്ക്. കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ അടാ
ഞാന് പർച്ചേസ് പേയ്മെന്റ് ഒരാൾക്ക് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായാലും ഫ്രോഡ് നടത്തണം നിർബന്ധമില്ല. ബട്ട് സാധ്യതയല്ലേ? ഓക്കെ. ശരിക്കും ഉണ്ടല്ലോടാ നമ്മള് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്ക് എന്നുള്ള ടേമാണ് നമ്മളിനി ഫർദർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണുള്ളൂ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്ക്മെന്റ്. ഇനി ഡിറ്റക്ഷൻ റിസ്ക്. ഡിറ്റക്ഷൻ റിസ്ക് പറഞ്ഞാൽ എന്താ? ലൈക്ക് ആ പേരിലുണ്ട് ഡിറ്റക്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യത. ഓഡിറ്റർ ഒരു സാമ്പിൾ എടുത്തു. ആ സാമ്പിൾ ശരിക്കും 100 ഇൻവോയ്സ് എടുത്തു വെരിഫൈ ചെയ്യാൻ. അതിന് ശരിക്കും 10 മിസ്റ്റേക്ക്മെന്റ് ഉണ്ട്. പക്ഷെ ഓഡിറ്റർ ഒരെണ്ണം കണ്ടുപിടിച്ചുള്ളൂ. അല്ല സോറി 9 എണ്ണം കണ്ടുപിടിച്ചുള്ളൂ. ഒരെണ്ണം ലൈക്ക് മനുഷ്യന്മാരല്ലേ തെറ്റ് പറ്റിക്കൂടെ? അപ്പൊ നല്ലപോലെ പെർഫോം ചെയ്തു. ബട്ട് എന്നാലും ഒരെണ്ണം വിട്ടൊഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത പറഞ്ഞ പേരാണ് എന്ത് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാല്. ഇപ്പോ അപ്പൊ ഈ ഡിറ്റക്ഷൻ റിസ്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്റ്റാഫിനെ ഇംപ്ലിമെന്റ് ചെയ്യാ. ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണ അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റാഫിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. കൂടുതൽ സാമ്പിൾസുകൾ എടുക്കുക. അപ്പൊ ഇതുവഴിയൊക്കെ ഡിറ്റക്ഷൻ റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ എന്നാ ഒരു 100 ഇൻവോയ്സ് ഉണ്ട് പർച്ചേസ്. ഞാനൊരു 10 എണ്ണം എടുത്തു. 10 എണ്ണത്തില് എന്താ തെറ്റില്ല. പക്ഷെ ബാക്കി 90 എണ്ണത്തില് ഒരു തെറ്റുണ്ടായിരുന്നു. അപ്പൊ നോക്ക് ആ ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിച്ചില്ലല്ലോ. ചിലപ്പോ ഒരു തെറ്റ് കണ്ടിരുന്നെങ്കിൽ ഫിനാൻസ് കമ്പനി തെറ്റാന്ന് ഞാൻ പറയുമായിരുന്നു ഓഡിറ്ററായ ഞാൻ. അപ്പൊ നോക്ക് അവിടെ കൂടുതൽ സാമ്പിൾ എടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം സോൾവ് ആകുമായിരുന്നല്ലോ. അപ്പൊ ഡിറ്റക്ഷൻ റിസ്ക് അങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇൻഹെറന്റ് റിസ്ക് എന്താ പഠിച്ചു? കൺട്രോൾ റിസ്ക് എന്താ പഠിച്ചു? ഡിറ്റക്ഷൻ റിസ്ക് എന്താ പഠിച്ചു? അതിന്റെ ലൈക്ക് ഡീവിയേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഡിറ്റക്ഷൻ റിസ്കിന് പറഞ്ഞുള്ളൂ. ഇനി എസ്എ 315 പല കാര്യങ്ങൾ പറഞ്ഞത്. എസ്എ 315 315ന്റെ പേരെന്താ? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എന്റിറ്റി സോറി ഐഡന്റിഫൈയിങ് ആൻഡ് അസസിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. വെച്ചാല് എടാ നമുക്കുണ്ടല്ലോ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്ക് അല്ല. നമുക്ക് ഒന്നെങ്കിൽ ഈ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ട്രയൽ ബാലൻസും മാനേജ്മെന്റ് തരും. അതിന്ന് ഓരോ ഐറ്റംസുകളും ഇങ്ങനെ ഇൻഡിവിജ്വലി എടുത്തെടുത്ത് ഓരോ ലെഡ്ജറുകൾ നോക്കി ഒരു ഹാർഡ് വർക്ക് ഒരു സ്റ്റാർട്ടിംഗ് തൊട്ടിട്ട് എൻഡിങ് വരെ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഉണ്ടല്ലോ ഒന്നെങ്കിൽ ചാപ്റ്റർ 1 ഓരോ ലൈൻ ബൈ ലൈൻ എല്ലാം പഠിക്കണ്. എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കണ്. അങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ലൈക്ക് കഴിഞ്ഞ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുവരെയുള്ള സാർമാരുടെ ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണോ ആ ഒരു രീതിയിൽ പഠിക്കാം. അപ്പൊ ചിലപ്പോ ഈ രണ്ടാമത്തെ രീതിയിൽ പഠിക്കുമ്പോൾ ചിലപ്പോ ആദ്യത്തേനാട്ടി റിസൾട്ട് ചിലപ്പോ രണ്ടാമത്തേൽ ഉണ്ടായിരിക്കും. സ്മാർട്ട് വർക്കാണ് ഓഡിറ്റിൽ വേണ്ടത്. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈം ആണുള്ളത്. എന്നാൽ റീസണബിൾ അഷ്വറൻസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ഒരുവിധം എല്ലാ ഏരിയാസ് ചെക്ക് ചെയ്യും വേണമെന്നുള്ളതുകൊണ്ട് തന്നെ സ്മാർട്ട് വർക്കാണ് ആര് ചെയ്യുക? ഓഡിറ്റർ ചെയ്യുക. അപ്പൊ സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളാദ്യം മിസ്സ്റ്റേറ്റ്മെന്റ് എവിടെയുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എവിടെയുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കാൻ ജ്യോതിഷനൊന്നല്ല ഓഡിറ്റർ. അപ്പൊ ഓഡിറ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യും എന്റിറ്റിയെ പറ്റിയിട്ട്. ഇപ്പൊ നിന്റെ ഒരു മോശ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെണെങ്കിൽ നിന്നെ പറ്റി ആദ്യം മനസ്സിലാക്കണം. നിന്റെ വീട്ടുകാരെ പറ്റി മനസ്സിലാക്കണം. നിന്റെ ലൈഫ് സ്റ്റൈൽ എന്താ പറ്റി എനിക്ക് മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ ഓഡിറ്റർ ഉണ്ടല്ലോടാ ആദ്യം ആ എന്റിറ്റിയെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് എന്തിനാണ് അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഐഡന്റിഫൈ എന്നിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. പോരാ അത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അസസ് ചെയ്യണം. എന്ത്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിനുള്ള സാധ്യത മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിനുള്ള സാധ്യത എങ്ങനെയാണ്? ത്രൂ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ എന്റിറ്റി, ഇറ്റ്സ് എൻവയറൻമെന്റ്, ഇന്റർണൽ കൺട്രോൾ. അപ്പൊ അതാണ് പേര്. ഐഡന്റിഫൈയിങ് ആൻഡ് അസസിങ്. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ. ഇവാലുവേറ്റും ചെയ്യണം. അസസും ചെയ്യണം. എന്ത്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈയും അസസും ചെയ്യുക? ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദ എന്റിറ്റി, ഇറ്റ്സ് എൻവയറൻമെന്റ് ആൻഡ് ഇന്റർണൽ കൺട്രോൾ. ഇന്റർണൽ കൺട്രോൾ പറഞ്ഞാൽ കമ്പനിയിലുള്ള എല്ലാ കൺട്രോൾസിനെയും മൊത്തത്തിൽ പറഞ്ഞ പേരാണ് എന്ത്? ഇന്റർണൽ കൺട്രോൾ. ഓക്കെ. അപ്പോ ഈ ഈ എസ്എ 315 പ്രകാരം നമ്മള് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യും. എന്തിന്? ടു ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എന്റിറ്റി, ഇറ്റ്സ് എൻവയറൻമെന്റ് ആൻഡ് ഇന്റർണൽ കൺട്രോൾ ത്രൂ ദി ഓഡിറ്റ് പ്രൊസീജിയർ, ഇൻക്വയറി, ഒബ്സർവേഷൻ, ഇൻസ്പെക്ഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇത് ഓരോന്നിലും ആരോട് എന്തൊക്കെ ചെയ്യാന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ പറയുന്നുണ്ട്. ഇൻക്വയറി നമുക്ക് സെയിൽസിന് എംപ്ലോയീസിനോട് ചെയ്യാം. എംപ്ലോയീസ് ഇൻവോൾവ് ഇൻ കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് പിന്നെ ഇന്റേണൽ ഓഡിറ്ററോട് ചോദിക്കാം. റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റിയോട് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കാം. അങ്ങനെ പല പല ആൾക്കാരോട് ചോദിക്കാം. ഒബ്സർവേഷൻ ഇൻസ്പെക്ഷന് ലൈക്ക് ഡോക്യുമെന്റ് ഇൻസ്പെക്ട് ചെയ്യാം. എന്റിറ്റിയുടെ പ്രിമൈസസ് ഇൻസ്പെക്ട് ചെയ്യാം. വല്ല ലൈക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അങ്ങനെ പല സംഭവങ്ങളും ഫിസിക്കൽ അസറ്റ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് അസറ്റ് അതൊക്കെ എന്തില് വരും? ഒബ്സർവേഷൻ ഇൻസ്പെക്ഷൻ വരും. അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ലൈക്ക് ലോജിക്കലി ആയിട്ടുള്ള കമ്പാരിസൺ. അതൊരു ഫൈനാൻഷ്യൽ ഡാറ്റയെ ലൈക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു ഡാറ്റയെ ഒരു ഫൈനാൻഷ്യൽ ഇൻഫർമേഷനെ ഒരു നോൺ ഫിനാൻഷ്യൽ ഡാറ്റയോ ഫൈനാൻഷ്യൽ ഡാറ്റയോ ആയിട്ട് ലോജിക്കലി കമ്പയർ ചെയ്തിട്ട് എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് അനലിറ്റിക്കൽ പ്രൊസീജിയർ പറയും. അനലിറ്റിക്കൽ പ്രൊസീജിയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്ക് കഴിഞ്ഞ കൊല്ലം സാലറി 50,000 ഈ കൊല്ലം സാലറി 1,00,000 ആണ്. ബട്ട് കഴിഞ്ഞ കൊല്ലം റിഫ്രഷ്മെന്റ് എക്സ്പെൻസ് ഉണ്ടല്ലോടാ 5,000 ആണെങ്കിൽ ഈ കൊല്ലം 2,500 ആണ്. നോക്ക് കഴിഞ്ഞ കൊല്ലം സാലറി 50,000 ഈ കൊല്ലം സാലറി 1,00,000 അപ്പോൾ എത്രയാണ്? ഡബിൾ എഫക്റ്റ് ആണ്. 50% ഇൻക്രീസ് ആയി. ഈ റിഫ്രഷ്മെന്റ് എക്സ്പെൻസ് പറഞ്ഞാൽ എംപ്ലോയി റിലേറ്റഡ് അല്ലേ? പക്ഷെ റിഫ്രഷ്മെന്റ് എക്സ്പെൻസ് നോക്ക് 50% ഡൗൺവേർഡ് ആണ്. ഇന്ന് ഇവിടെ അപ്വേർഡ് ആണ്.
നോക്ക് ഈ ലോജിക്കൽ കമ്പാരിസൺ അല്ലേ ഞാൻ ഇപ്പോൾ ചെയ്തത്. അവിടെ നോക്ക് ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ലേ? അതിന്റെ ലോജിക്കൽ കമ്പാരിസൺ പ്രകാരം ഇവിടെ ഡബിൾ ആവുകയാണെങ്കിൽ ഇവിടെ നോർമലി ഡബിൾ ആവുകയാണ് വേണ്ടത്. ബട്ട് എന്താണ് ലൈക്ക് പകുതി ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലേ? 5000 2500 ചെയ്ത്. അപ്പൊ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്കിന് സാധ്യതയുണ്ട്. ചിലപ്പോ ഇവര് വല്ല റിഫ്രഷ്മെന്റ് എക്സ്പെൻസുകൾ അക്കൗണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ കറന്റ് ഇയറിൽ സാധ്യതയുണ്ട്. കണ്ട ആ സാധ്യതയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ആ സാധ്യതയെ കൺഫർം ചെയ്യാൻ വേണ്ടി പിന്നെ ഫർദർ ഒരു പ്രൊസീജിയർ ചെയ്യണം. ശരിക്കും ലൈക്ക് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്യണം. അവിടുത്തെ റിഫ്രഷ്മെന്റ് എക്സ്പെൻസ് എല്ലാം നോക്കണം. ലൈക്ക് സബ്സ്റ്റാന്റിവ് അനലിറ്റിക് പ്രൊസീജിയർ ഒക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ ലൈക്ക് ഫർദർ ലൈക്ക് എവിഡൻസ് കിട്ടും. ശരിക്കും ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇല്ലയോ? അതിന്റെ ബേസിസിലാണ് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക ആ ഓഡിറ്റർ. അപ്പൊ അപ്പൊ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യും ഓഡിറ്റർ ത്രൂ ദിസ് പ്രൊസീജിയർ എന്തിന് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോടാ കണ്ടുപിടിക്കുന്നത് 2 ലെവലിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒന്ന് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലും ഒന്ന് അസേർഷൻ ലെവലും. ഏഹ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലും അസേർഷൻ ലെവലും. ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ പേരിലാണ് ഇത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് എഫക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ അല്ലെങ്കിൽ ദാറ്റ് എഫക്ട് പെർവസീവ്ലി മൊത്തത്തിൽ എഫക്ട് ചെയ്യും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ആൻഡ് പൊട്ടൻഷ്യലി എഫക്ട് മെനി അസേർഷൻസ്. ഏഹ് ഒരുപാട് അസേർഷൻസിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലൈക്ക് ഒരുപാട് അസേർഷൻ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ മാനേജ്മെന്റ് അടുത്ത് ചെല്ലുമ്പോൾ മാനേജ്മെന്റ് ഉണ്ടല്ലോടാ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ ഫ്രോഡിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മാനേജ്മെന്റ് ആണ്. അവരെവിടെയൊക്കെ മിസ്റ്റേക്കിന് കമ്മിറ്റ് ചെയ്യാന്ന് ഒരു പിടുത്തവുമില്ല. കാരണം അങ്ങനത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. അല്ലെങ്കിൽ ഒരു എഎസ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത മാനേജ്മെന്റ് ആണ്. അവരെവിടെയൊക്കെയാണ് മിസ്റ്റേക്കിന് പറഞ്ഞാൽ എറർ വഴിയാവാം, ഫ്രോഡ് വഴിയാവാം. എവിടെയൊക്കെയാണ് മിസ്റ്റേക്കിന് നടത്തിയിരുന്നത് ഒരു പിടിയുണ്ടാവില്ല. ആർക്കും കൊടുത്തിരിക്കും. അപ്പോൾ നോക്കടാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ മിസ്റ്റേറ്റഡ് ആവാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നിന്ന് ഈ ഒരു സിനാരിയോയിൽ പറയും. ഇനി അസേർഷൻ ലെവലിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെയുണ്ടല്ലോടാ ഞാന് ലൈക്ക് ഇൻക്വയറി റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറുടെ ഭാഗമായിട്ട് ഇൻക്വയറിയുടെ ഭാഗമായിട്ട് സെയിൽസ് മാനേജറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾ സെയിൽസ് ലൈക്ക് എന്ത് സോഫ്റ്റ്വെയർസുകളാണ് യൂസ് ചെയ്യാറ് സെയിൽസ് ചെയ്യാന്? എന്തൊക്കെ കൺട്രോൾസ് ആണ് അതിന്റെ മേലുള്ളത്? അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോണ്ടല്ലോ ഈ സെയിൽസ് മാനേജർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈക്ക് വിക്കാണ്. സാർ അത് ഞാൻ മറ്റേ അല്ല അത് അങ്ങനെയല്ല. പിന്നെ പറഞ്ഞതല്ല കുറച്ച് കഴിഞ്ഞാ പറയണത്. അപ്പൊ പിന്നെ വാക്കില് മാറ്റങ്ങളൊക്കെ വരുത്താന്ന് പറയുമ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ മിസ്റ്റേക്കിന് സാധ്യതയില്ലേ? ഏഹ് മെയിൻലി സെയിൽസ് എന്ന സെയിൽസിന്റെ വാല്യുവേഷൻ എന്ന അസർഷനില് അല്ലെങ്കിൽ അക്യുറസി എന്ന അസർഷനിൽ ഒരു മെറ്റീരിയൽ മിസ്റ്റേക്കിന് വരാൻ സാധ്യതയില്ലേ? അപ്പൊ നോക്കി ഇവിടെ സെയിൽസ് എന്ന വാല്യൂ ഇപ്പൊ സെയിൽസ് മാനേജറോട് ഞാൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എൻക്വയറി നടത്തുമ്പോൾ ആ സെയിൽസ് മാനേജറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എൻക്വയറിയുടെ റെസ്പോൺസ് എനിക്ക് ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് ഓഡിറ്റർ എന്നെ ബോധിപ്പിക്കുന്നത് ഒരു അസേർഷൻ ലെവലിലാണ്. ലൈക് സെയിൽസ് എന്ന ക്ലാസ് ഓഫ് ട്രാൻസാക്ഷന്റെ വാല്യുവേഷൻ എന്ന അസർഷൻ ലൈക് വാല്യുവേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആവാം. ഓഡിറ്റർ ജഡ്ജ്മെന്റിൽ ഇപ്പൊ ഫോർ ദ ടൈം ബീങ് ഒരു എക്സാമ്പിൾ പർപ്പസിന് വാല്യുവേഷൻ എന്ന അസർഷനിൽ മാത്രമാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് ഓഡിറ്ററായി എനിക്ക് തോന്നുന്നത് ഈ സെയിൽസ് മാനേജർ ഇങ്ങനെ അടിക്കണോണ്ട്. അപ്പൊ നോക്ക് അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് അസർഷൻ ലെവലല്ലേ? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലുണ്ടോ അസർഷൻ ലെവലുണ്ടോ എന്ന് നോക്കണം ആ ഒരു ഓഡിറ്റർ. എന്നിട്ട് അതിന് റെസ്പോൺസ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം എന്ത് ഓഡിറ്റർ പെർഫോം ചെയ്യാൻ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ. ഇപ്പൊ ഈ അസർഷൻ ലെവലിന്റെ ഇപ്പൊ നമ്മള് പറഞ്ഞതിന്റെ ഫർദർ പ്രൊസീജിയർ എന്താണ് ഓർഡർ ചെയ്യുക. ഓഡിറ്റർ സെയിൽസ് എന്താണ് സെയിൽസ് മാനേജർ ഇങ്ങനെ പഠിക്കുമ്പോൾ സെയിൽസ് മാനേജറോട് പറയും അതെ നിങ്ങൾ എല്ലാ സെയിൽസ് ഇൻവോയ്സും കൊണ്ടുവന്നേ ഞാൻ നോക്കട്ടെ ആർക്ക് ഓതറൈസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കാരണം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് അവിടെ ഹയർ ആണ്. ലൈക് നോർമലി ലൈക് അങ്ങനെയല്ല ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഞാൻ പഠിക്കാനല്ലോ ആള്. അപ്പോൾ ഞാൻ പറയും സെയിൽസിന്റെ എല്ലാ ഡാറ്റാസും കൊണ്ടുപോയോ എല്ലാം അത് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ കൺട്രോൾസ് ഉണ്ട് ചോദിക്കും ആര് ഓഡിറ്ററായി ഞാൻ ലൈക് സെയിൽസ് മാനേജർ. അപ്പൊ കൺട്രോൾസ് വലിയ റൂൾസോ അല്ലെങ്കിൽ വലിയ റെഗുലേഷൻ ലൈക്ക് അങ്ങനെ വലിയ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സോ ഫോർമാലിറ്റി ഒന്നും ഇല്ല. അപ്പൊ അവിടെ നോക്ക് കൺട്രോൾ ഡെഫിഷ്യൻസീസ് ഇല്ലേ. അപ്പൊ കൺട്രോളിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റർക്ക് മനസ്സിലായത് എന്ത് കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലാന്ന്. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് ആര് ചെയ്തത് അവിടെ ഓഡിറ്റർ ചെയ്തത്. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ വഴി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ഒന്നുകൂടി ഹയർ ആണെന്ന് ആർക്ക് മനസ്സിലായി ഓഡിറ്റർക്ക് മനസ്സിലായി. അപ്പൊ അവിടെ സബ്സ്റ്റാൻഡീവ് ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയർ മെയിൻലി ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ആണ്. ലൈക് സബ്സ്റ്റാൻഡീവ് അനലിറ്റിക് പ്രൊസീജിയർ പറയും. പക്ഷേ സബ്സ്റ്റാൻഡീവ് അനലിറ്റിക് പ്രൊസീജിയറിന് ലൈക് ഒരു ഇമ്പോർട്ടൻസ് കുറവാണ്. കാരണം അതിന്ന് കിട്ടുന്ന എവിഡൻസിന്റെ റിലയബിലിറ്റി ഭയങ്കര കുറവാണ്. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ആണ് ഒന്നുകൂടി ഹൈ റിലയബിലിറ്റിയുള്ള എവിഡൻസ് തരാ. കാരണം അതാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നോക്കണത്. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാ. നത്തിങ് ബട്ട് സപ്പോർട്ടിങ്സ് വെച്ചിട്ട് നോക്കുക. അതല്ലേ ഏറ്റവും വലിയ എവിഡൻസ്. അപ്പൊ ഇന്റർണൽ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ ഓഡിറ്റർക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണ്. ലൈക് കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലെങ്കിൽ ഓഡിറ്ററുടെ സബ്സ്റ്റാൻഡീവ് ഓഡിറ്റ് പ്രൊസീജിയർ ഹയർ ആക്കും. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഹയർ ആക്കും. ഇല്ലേ? ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഹയർ ആക്കും. ഓക്കെ. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഹയർ ആക്കും. അപ്പൊ ആ ഹയർ ആക്കിയ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഉണ്ടല്ലോ അതാണ് ഈ അസേർഷൻ ലെവലത്തെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിനുള്ള റെസ്പോൺസ്.
റെസ്പോൺസ് ടു അസസ്ഡ് റിസ്ക് ഉദ്ദേശിച്ചത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അറ്റ് അസർഷൻ ലെവൽ. ഇനി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ അതിന് റെസ്പോൺസ് എന്താണ് ഓഡിറ്റർ ചെയ്യുക? നോർമലി പ്രാക്ടിക്കൽ സിനാരിയോയിലൊക്കെ ഈ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലാണ് റിസ്ക് എന്നുണ്ടെങ്കിൽ അതൊരു വള്ളിക്കെട്ട് കേസ് പോലെയാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുക. അത് നോർമലി തലേക്ക് ആരും എടുത്ത് വെക്കാതെ ഇരിക്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും ഫീസ് തരണമെങ്കിൽ ക്ലയന്റ് റെക്ടിഫൈ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യും ആര്? ഓഡിറ്റർ. ലൈക്ക് അതായത് ഇതൊക്കെ ഓഡിറ്ററുടെ ജഡ്ജ്മെന്റ്, ലൈക്ക് സബ്ജക്റ്റീവ് മാറ്റർ ആണ്. ഓരോരുത്തർക്ക് ലൈക്ക് ചിലർക്ക് റിസ്ക് ഉള്ള വർക്ക് എടുക്കാം, ചിലർക്ക് റിസ്ക് ഉള്ള വള്ളിക്കെട്ടായാലും അത് ആ വള്ളി അയച്ചെടുക്കാൻ ഇഷ്ടമുള്ള ഓഡിറ്റർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ SA-315 പറഞ്ഞത് ആദ്യം ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഏതൊക്കെ റിസ്ക് നോക്കുക, അതിന് വേണ്ട ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യുക. ഏഹ് അതുപോലെ തന്നെ അസേർഷൻ ലെവലിൽ ഉള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ നോക്കുക, അതിന് വേണ്ട ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യുക. ഈ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത് 2 ലെവലും. ഈ 2 ലെവലിലും ഒരു റിസ്ക് ആണ്, സാധ്യതയാണ്. സാധ്യതയുടെ ബേസിൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കൺഫർം ആക്കണം ശരിക്കും എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫർദർ പ്രൊസീജിയർ പെർഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെയിൽസ് മാനേജർ പബ്ബ അടിച്ചെങ്കിൽ പോലും ഞാൻ സെയിൽസ് ഇൻവോയ്സ് ചെക്ക് ചെയ്യുമ്പോൾ, ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവാം ഒന്നെങ്കിൽ സെയിൽസ് മാനേജർ ശരിക്കും എന്താണ് ഉടായിപ്പ് കാട്ടിയതാണ്, അല്ലെങ്കിൽ ശരിക്കും ഉടായിപ്പ് കാട്ടിയതൊന്നല്ല. ലൈക്ക് അയാളുടെ ഒരു നേച്ചർ ആയിരിക്കും, ചിലപ്പോൾ വിക്കലുണ്ടാവായിരിക്കും. അപ്പൊ സപ്പോർട്ടിംഗ് നോക്കി അതിന് ഔട്ടറായി എനിക്ക് കൺക്ലൂഡ് ചെയ്തൂടെ ശരിക്കും ഇവിടെ മിസ്റ്റേക്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്മെന്റ് ഇല്ല എന്നുള്ളത്. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് എന്താണ്, അല്ലെങ്കിൽ സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് പിന്നെ അവിടെ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ എവിഡൻസിന്റെ ബേസിൽ വേണം ഓഡിറ്റർ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ. അതൊരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ബേസിലല്ല അല്ലല്ലോ ഓഡിറ്റർ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ 2 ഓവറോൾ ഫിനാൻഷ്യൽ ലെവല് ഏതൊക്കെ റിസ്ക്, അസോഷ്യൽ ലെവല് ഏതൊക്കെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അറ്റ് ഓവറോൾ ഫിനാൻഷ്യൽ ലെവൽ ഏതൊക്കെയാണ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അറ്റ് അസോഷ്യൽ ലെവൽ ഏതൊക്കെയാണെന്നുള്ളത് ഓഡിറ്റർ എങ്ങനെ മനസ്സിലാക്കുക? ബൈ പെർഫോമിംഗ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്. ഓക്കെ. ഓക്കെ. നമ്മള് പറഞ്ഞോളൂ ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാന് എന്താണ് ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യണം. എന്ത്? എന്റിറ്റിയെ പറ്റി, എൻവയറമെന്റിനെ പറ്റി, എന്റിറ്റിയെ കൺട്രോളിനെ പറ്റിയിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രോപ്പർ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ഓഡിറ്റർക്ക് പെർഫോം ചെയ്യണമെങ്കിൽ? അതിന്റെ ഒരു മേജർ 5 ഏരിയാസ് പറയണതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ബ്രോഡർ ടേമിലാണ് ഞാൻ പറഞ്ഞല്ലോ. ഏത് ഇൻഡസ്ട്രിയിലാണ് ബിസിനസ്, നമ്മൾ ലൈക്ക് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ഏത് ഇൻഡസ്ട്രിയിലാണ്, എന്തൊക്കെ നിയമങ്ങളാണ് ആപ്ലിക്കബിൾ, എന്തൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ആപ്ലിക്കബിൾ. ലൈക്ക് റെഗുലേറ്റർ ആൻഡ് എക്സ്റ്റേണൽ റെഗുലേറ്റർ മീൻസ് ലൈക്ക് വല്ല ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ RBI റെഗുലേറ്റർ ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ മെയിൻ എന്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആണ് ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ. നേച്ചർ ഓഫ് എന്റിറ്റി, ആരാണ് ഓണർ, ഓണർഷിപ്പ് സ്ട്രക്ചർ എങ്ങനെയാണ്, അക്കൗണ്ടിംഗ് പോളിസി സെലക്ഷൻ ആൻഡ് റീസൺ ഫോർ ചേഞ്ചസ്, ലൈക്ക് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണോ സെലക്ട് ചെയ്യുന്നത്, ചേഞ്ചസ് വല്ലതുണ്ടോ പ്രയർ ഇയറിൽ നിന്ന്, അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ വല്ല അക്കൗണ്ടിംഗ് പോളിസി ചേഞ്ചസ് ഉണ്ടോ, അതിന്റെ കാരണം എന്താണ്, എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, എന്താ ലൈക്ക് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാനേജ്മെന്റ് റിവ്യൂ ചെയ്യുന്ന, ലൈക്ക് കമ്പനിയുടെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യണ, റിവ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്? ഇതിനൊക്കെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ലൈക്ക് ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യുന്ന വേളയിൽ ഓഡിറ്റർക്ക് മനസ്സിലാവും ഇവിടെ ഒരു തെറ്റിന് സാധ്യതയുണ്ടല്ലോ, ഇവിടെ ഒരു തെറ്റിന് സാധ്യതയുണ്ടല്ലോ, ഇവിടെ തെറ്റിന് സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആര് കണ്ടുപിടിക്കും? ഓഡിറ്റർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് വേണ്ട ഫർദർ പ്രൊസീജിയർ ഓഡിറ്റർ പെർഫോം ചെയ്യും. ആ ഫർദർ പ്രൊസീജിയർ ഡീൽ ചെയ്യുന്ന SA-330 ആണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ട്, അത് നിങ്ങൾ നോക്കാട്ടാ. ഈസ് അണ്ടർസ്റ്റാൻഡിങ് എ വൺ ടൈം പ്രോസസ്. ഒരിക്കലല്ല അണ്ടർസ്റ്റാൻഡിങ് നമ്മളുണ്ടല്ലോടാ, ലൈക്ക് എന്താണ് ഒരു ഒരു ലോജിക്കൽ ബേസിസിൽ ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യും. അതിന്റെ ബേസിസിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഇന്നതാന്ന് മനസ്സിലാവും. പക്ഷെ എന്നിട്ട് ആ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ലൈക്ക് കൺഫർം ആക്കാൻ വേണ്ടി ഫർദർ പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോഴേക്കും ലൈക്ക് വേറെ വല്ല റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് ഇന്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് കണ്ടിന്യൂ ചെയ്യണോണ്ടാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എന്റിറ്റി ഞാൻ വൺ ടൈമാ ചെയ്യുള്ളൂന്നുണ്ടെങ്കിൽ 5 റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു, അതിന് വേണ്ട ഫർദർ പ്രൊസീജിയർ പെർഫോം ചെയ്യും. പിന്നെ ഞാൻ എന്താണ് എന്റിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയിട്ട് ഒന്നും മനസ്സിലാക്കത്തില്ല. ആ ഫർദർ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് കഴിഞ്ഞു. ബട്ട് ഫർദർ പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ വേറെ വല്ല റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉള്ള ഏരിയാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ മാനേജറുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, അല്ല അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ ഉണ്ടോ? അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഡെപ്റ്ററിലേക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? അപ്പൊ അവര് ഫോളോ അപ്പും ചെയ്യാറില്ല എന്ന് പറയണം. അപ്പൊ ഉണ്ട്. അപ്പൊ അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിന് സാധ്യതയുണ്ട്. ചിലപ്പോ വല്ല ലോങ് ഔട്ട്സ്റ്റാൻഡിങ് ലൈക്ക് ഇല്ലാത്ത വല്ല ഡെപ്റ്റേഴ്സ് വല്ലതും ഉണ്ടായേക്കാം. സച്ച് ദാറ്റ് അവിടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാത്തത്. അപ്പൊ ഇതൊരു മിസ്റ്റേക്ക്‌മെന്റ് സാധ്യതയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ സെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ലൈക്ക് എന്റിറ്റിനെ പറ്റി കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യായിരുന്നു. ലൈക്ക് ക്രെഡിറ്റ് സെയിൽ ഉണ്ടോ എന്നുള്ളത് സെയിൽസ് മാനേജറോട് ചോദിച്ചത്.
അപ്പൊ ക്രിട്ടിസിസം ചോദിക്കാന്ന് പറയുമ്പോ ഇൻഡയറക്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്റിറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോണ്ടല്ലേ എനിക്ക് കൂടുതൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഒരിക്കലും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്റിറ്റി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും എന്റിറ്റിയെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യത്തില്ല. അല്ലെങ്കിൽ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഫൈനലായിട്ട് ഞാൻ തീരുമാനിച്ചു. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ മനസ്സിലാക്കില്ല. ഓഡിറ്ററായ ഞാൻ എന്നൊരിക്കലും കൺക്ലൂഡ് ചെയ്യരുത്. കൺക്ലൂഡ് ചെയ്യരുത്. അത് കൺക്ലൂഡ് ചെയ്യാനും പാടില്ല. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം പ്രോസസ് അല്ല. അത് ഓടിച്ച് തുടങ്ങിയ അന്ന് തൊട്ടിട്ട് ഒട്ട് അവസാനിക്കണ വരെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാരണം എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം എന്റിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നത് ശരിയായിക്കോളണമെന്നില്ല. പിന്നീട് ഫർദർ ഓഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഇങ്ങനെയായിരുന്നല്ലേ എന്റിറ്റി. അപ്പൊ ഞാൻ ഒബ്റ്റെയിൻ ചെയ്ത അണ്ടർസ്റ്റാൻഡിങ് ആദ്യത്തുള്ളത് ശരിയായിരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എന്റിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്റിറ്റിയെ പറ്റിയിട്ട് ഓഡിറ്റർ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാക്കാൻ പറഞ്ഞാ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു വൺ ടൈം പ്രോസസ് അല്ലാതെ. ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്റിറ്റി ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആവുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഇത് മെയിൻലി ഹെൽപ്ഫുൾ ആവുന്നുള്ളത് കുറച്ച് ഏരിയാസ് പഠിക്കുന്നുണ്ട്. ഡിറ്റർമിനിങ് മെറ്റീരിയാലിറ്റി, പിന്നെ ലൈക്ക് അങ്ങനെ ഒരു 4 ഏരിയാസ് പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് നോക്കണം ട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ എസ്എ 315 ചാപ്റ്റർ 3ല് കവർ ചെയ്യുന്നത്. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.